അതെ, ഇതിപ്പോ ഒരു രാജഭരണകാലത്ത് പ്രാകൃത സമയത്തും ഒക്കെ നടന്നിരുന്ന രീതിയിലാണ് പോലീസ് മർദ്ദനം പോകുന്നത്. ഇതെന്തൊരു കൊടും ക്രൂരതയാണ്. കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വല്ലാതെ മനം മടുത്തു പോകില്ലേ. എന്നിട്ട് ചെറുതായിട്ട് കൈകൊണ്ടടിച്ചതിന് ഒരു വകുപ്പ് വിട്ട് ഒതുക്കി തീർത്തിരിക്കുകയാണ്. ദൃശ്യം പുറത്തു വന്നപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളീയർ ഞെട്ടിയിരിക്കുകയാണ്. ഇവിടെയാണ് അതൊക്കെ നടക്കുന്നത് എന്നുള്ളത്. ഇതിപ്പോ CCTVന്റെ മുന്നിൽ വന്ന് പെട്ടതുകൊണ്ടല്ലേ, ആ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ടല്ലേ. ദൃശ്യം പുറത്തു വരാത്ത എത്ര ഉണ്ടാവും ഇവരൊതുക്കി തീർത്തത്. പോലീസ് ഈ നിലയിലേക്ക് പോയത് വളരെ മോശമാണ്. ഇത് ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് നമ്മൾ പറയാറില്ലേ, രാജഭരണകാലത്ത് തസ്സീഫിന്റെ കാലത്ത് ഒക്കെ പറഞ്ഞ് ഇവരുടെ മുദ്രാവാക്യം വിളിച്ചിരുന്നില്ലേ. ആ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ മോശം, പറയാൻ പറ്റൂല. അതിന് അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇല്ല, അത് വേണ്ടി വരും. കാരണം ഇത് ഇവിടം കൊണ്ട് അവസാനിക്കൂല. ആ ദൃശ്യങ്ങൾ അത് കഥ പറയുന്നുണ്ട്. അത് നാളെ കേരളത്തിൽ ചൂടുപിടിക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. UDF-ഉം അതിന്റെ ഒപ്പം ആ വികാരത്തിന്റെ ഒപ്പം നിൽക്കും. യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഇങ്ങനെ വളഞ്ഞിട്ട് മർദ്ദിച്ച് അവശയാക്കുന്ന പൊതുപ്രവർത്തകരൊക്കെ ഇതൊക്കെ എന്തൊരു പ്രാകൃത യുഗത്തിൽ നടന്ന കാര്യങ്ങൾ ഇപ്പൊ നടക്കുകയാണ്.